നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ആലപ്പുഴ സ്വദേശി ഗോവയിൽ ആത്മഹത്യ ചെയ്തതായി സംശയിക്കുന്നു. വാകത്തൂരിലെ വാടകയ്ക്ക് താമസിച്ചിരുന്ന റൂമിലാണ് അഖിലിന്റെ മൃതശരീരം പോലീസ് കണ്ടെത്തിയത്. മൃതദേഹം നിലവിൽ ഗോവ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഗോവ പോലീസ് നാട്ടിലേക്ക് വിളിച്ചറിയിച്ചതനുസരിച്ച് അഖിലിന്റെ ബന്ധുക്കൾ ആംബുലൻസ് മാർഗം ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ബാംബോളിം GMCയിൽ എത്തുമെന്നാണ് അറിയുന്നത്. മരണകാരണം വ്യക്തമല്ല. ഗോവ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PSI അജയ് ധുരിയാണ് കേസ് അന്വേഷിക്കുന്നത്. ഗോവയിലെ ഭോമയിൽ ദേശീയപാത 748-ന്റെ 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭാഗം 4 വരിയാക്കുന്നതിനായി 1060.2 കോടി രൂപയുടെ പദ്ധതിക്കായി PWD ഉദ്യോഗസ്ഥർ ഭൂമി അടയാളപ്പെടുത്തുന്നതിനിടെ പ്രദേശവാസികളുമായി സംഘർഷമുണ്ടായതായി റിപ്പോർട്ട്. 2025 ഏപ്രിൽ 7-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അവതരിപ്പിച്ച ഈ പദ്ധതി തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ഗോവയിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ 200 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങളും വീടുകളും നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ ബൈപ്പാസ് റോഡ് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയാണ്. ഭോമ അഡ്ഗോൾന പഞ്ചായത്ത് ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. തിങ്കളാഴ്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭ ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ പ്രസിഡന്റും ഗോവയിലെയും ദാമനിലെയും ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവു ജ്ഞാനം, വിനയം, തുറന്ന ഹൃദയം എന്നിവയിലൂടെയാണ് പോപ്പ് സഭയെ നയിച്ചതെന്ന് പറഞ്ഞു. എല്ലാ രൂപതകളിലും ഇടവകകളിലും മതസമൂഹങ്ങളിലും കത്തോലിക്ക കുടുംബങ്ങളിലും 9 ദിവസത്തെ ദുഃഖാചരണം നടത്തുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും വേണമെന്ന് കർദിനാൾ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിന്റെ വിശ്രമത്തിനായി വിശുദ്ധ കുർബാന അർപ്പിക്കും. പോപ്പിന്റെ വിയോഗ ദുഃഖസൂചകമായി പള്ളിമണികൾ മുഴക്കും. കഴിഞ്ഞ 10 വർഷമായി കലങ്കുത്ത് പഞ്ചായത്ത് സാമ്പത്തിക ഓഡിറ്റിന് വിധേയമായിട്ടില്ല എന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുൻ പഞ്ചായത്ത് അംഗം സുദേശ് മായേക്കർ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെടുകയും സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രേഖകളിലുണ്ടായിരുന്ന 47 ലക്ഷം രൂപ കണക്കിൽപ്പെടാത്തവയാണെന്നും പഞ്ചായത്തിന്റെ രേഖകളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടതായി അദ്ദേഹം അവകാശപ്പെട്ടതായി ദി ഗോവൻ പത്രം റിപ്പോർട്ട് ചെയ്തു. അന്നത്തെ സെക്രട്ടറി രഘുവീർ ബാഡ്കർ ഇതേക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയതായും പഞ്ചായത്ത് ഡയറക്ടറെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അഴിമതി ആരോപണത്തെ തുടർന്ന് ഗോവ പോലീസിന്റെ അഴിമതി വിരുദ്ധ ബ്യൂറോ കൊങ്കൺ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ റെയ്ഡ് നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്യാബിനിൽ നിന്ന് 25,000 രൂപ പിടിച്ചെടുത്തു. ബീഫ് പിടിച്ചെടുത്ത ശേഷം കൊങ്കൺ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കർണാടകയിൽ നിന്നുള്ള ഒരു വ്യാപാരിയുടെ അടുത്തുനിന്ന് ഒറ്റത്തവണ 2 ലക്ഷം രൂപയും പിന്നീട് മാസം 25,000 രൂപയും ആവശ്യപ്പെട്ടതായി ACB റിപ്പോർട്ട് ചെയ്തു. ഇൻസ്പെക്ടർ സുനിൽ ഗുഡലൂരും കോൺസ്റ്റബിൾ ഹുസൈനുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഗോവയിൽ ആധാർ ദുരുപയോഗം ആശങ്ക സൃഷ്ടിക്കുന്നു. വ്യാജവിലാസങ്ങളും വ്യാജരേഖകളും ഉണ്ടെന്ന് റിപ്പോർട്ട്. നോൺ ലോക്കൽ മൈഗ്രൻസ് ആധാർ കാർഡുകൾ നേടുന്നതിനായി വ്യാജവിലാസങ്ങൾ ഉപയോഗിക്കുന്നതായി ലോക്കൽ റെസിഡൻസ് ആരോപിച്ചു. അതിനാൽ തന്നെ ആധാർ എൻറോൾമെന്റ് പ്രക്രിയയിൽ കർശനമായ സ്ഥിരീകരണ സംവിധാനങ്ങൾ നടപ്പിലാക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.